നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ പിന്മഹിമ വേടിഞ്ഞോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഏകബന്ധനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൂരദേശത്തായിരിക്കുന്ന കർത്താവിന്റെ മക്കൾ നമുക്കിന്ന് ഒരുമിച്ച് കൂടി കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ആരാധിപ്പാൻ കൃപ തന്നല്ലോ. കർത്താവിന്റെ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഈ ഭൂമിയിൽ നമ്മുടെ ആയുഷ്കാലം ഇത് അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളൊന്ന് അല്പം മുമ്പേ ചിന്തിച്ച ഇടയായി തീർന്നു. നമ്മൾ ആയുഷ്കാലം തീരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് പ്രാപിക്കണം നമ്മൾ ആത്മീയ ഇന്ദ്രിയങ്ങൾ പ്രാപിക്കണം. കാരണം നമ്മളെ കാലാവസാനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിന്ന് താൽക്കാലികവാസികളാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ശരീരം വിട്ടിട്ട് അങ്ങ് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം കഴിയണം? കാണാൻ കഴിയണം, കേൾക്കാൻ കഴിയണം, സംസാരിക്കാൻ കഴിയണം, മണക്കാൻ കഴിയണം, രുചിക്കാൻ കഴിയണം, പാടാൻ കഴിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള കെൽപ്പ് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രാപിച്ചിരുന്നു. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്, ഒരു സമയമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ വില നമ്മൾ ഈ പറയുന്നതൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അന്ന് കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ പറയും, എന്താ നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ മന്ദിരത്തിൽ കണ്ടിരിക്കുന്നു. ഭൂമിയിൽ വെച്ച് സഭായോഗത്തിനും ബൈബിൾ ക്ലാസ്സിനും സുവിശേഷ പ്രസംഗത്തിനും എല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വർഗം എന്താണെന്നും സ്വർഗാദി സ്വർഗം എന്താണെന്നും വിശുദ്ധ മന്ദിരം എന്താണെന്നും അവിടുത്തെ അവസ്ഥ എന്താണെന്നും എല്ലാം കേട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്നു? ഞങ്ങൾ നേരിട്ട് കാണും. കപ്പൽ കാണാനായിട്ട് കൊച്ചിക്ക് പോയപ്പോൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മനസ്സിലുണ്ട്. അവിടെ ചെന്ന് നിന്ന് കപ്പൽ വന്നപ്പോ അതിലേക്ക് നോക്കിയപ്പോൾ മുഴുവനും താൻ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായി താരതമ്യപ്പെടുത്തി നോക്കിയാണ് അവർ തീരുമാനിക്കുന്നത്. കപ്പലിന് നങ്കൂരമുണ്ട്, പാമരമുണ്ട്, ക്യാബിനുണ്ട്, അതിന് പ്രൊപ്പല്ലറുണ്ട്. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ കണ്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും. അതാണ് ഇതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇവിടെയാണ് ഒരു ശുശ്രൂഷകന്റെ ധർമ്മം. ഒരു ശുശ്രൂഷകൻ അത് വിശ്വാസിയുടെ ഹൃദയത്തിൽ വരച്ചു കൊടുക്കുക. എങ്ങനെ? ഇതാ ഇവിടെ കർത്താവ് എവിടെ വസിക്കുന്നു? കർത്താവ് ദൈവസിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനം എവിടെ ഇരിക്കുന്നു? സിംഹാസനം വിശുദ്ധ മന്ദിരത്തിലിരിക്കുന്നു. വിശുദ്ധ മന്ദിരം എവിടെയായിരിക്കുന്നു? അതാണ് ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം എവിടെയിരിക്കുന്നു? വിശുദ്ധ പർവ്വതത്തിലിരിക്കുന്നു. ഏത് പർവ്വതം? സിയോൻ പർവ്വതത്തിലിരിക്കുന്നു. സിയോൻ പർവ്വതം എവിടെയിരിക്കുന്നു?
അറിയാൻ പാടില്ല. യെരൂശലേമിൽ ഇരിക്കുന്നു. യെരൂശലേം എവിടെ ഇരിക്കുന്നു? ഉത്തരഗിരി വടക്കേ അറ്റത്ത്. പ്രപഞ്ചത്തിന്റെ എവിടേ അറ്റത്ത്? വടക്കേ അറ്റത്ത്. ഉത്തരഗിരി അവിടെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിങ്ങനെ വരച്ചോണ്ടിരിക്കുക. വര തെറ്റിപ്പോകരുത്. വര തെറ്റിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വരുമ്പോഴത്തേക്കും നോക്കിയിരുന്ന് വരുമ്പോഴേക്കും ഓരോരുത്തർ നിശ്ചയം പ്രാപിച്ചവരെ നോക്കിയിരിക്കുക. അതുകൊണ്ട് ഓരോരുത്തർ തങ്ങൾക്ക് ലഭിച്ചത് പ്രകാരം മുമ്പോട്ട് പോവുക. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലേക്ക് വ്യക്തമായിട്ടുള്ള താല്പര്യമുള്ളവർ ഉണ്ട്. അവരാ തങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടോ അതേ ലക്ഷ്യത്തിലേക്ക് അത് കാണാൻ വേണ്ടി പോവാ. അറിയാൻ പാടില്ല. ഈ സൂക്ഷ്മം പഠിപ്പിച്ചേക്കുന്നത് ശരിയാണോ എന്ന് ആർക്കറിയാം? ഞാൻ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയേക്കുന്നത് ശരിയാണോ എന്ന് ആർക്കറിയാം? എല്ലാവരും അവരവർക്ക് കിട്ടിയത് വെച്ചോണ്ട് പോവാ. അതുകൊണ്ടാണ് പറയുന്നത്, യാതൊരു തരത്തിലും ഈ വചനം പ്രാപിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ? ഈ വചനം നമ്മൾ കേൾക്കുമ്പോഴും പ്രാപിക്കുമ്പോഴും 5 കാര്യങ്ങൾ വെക്കാൻ പാടില്ല. ആകയാൽ എല്ലാ ചതിവും, വ്യാജഭാവവും, നുണയും, എല്ലാ അസൂയയും, അങ്ങനെ ആ 5 കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കാൻ പാടില്ല. കാരണം തെറ്റിദ്ധരിക്കും. ഇത് 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 കേട്ടവൻ അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇതും വെച്ചോണ്ട് പോവാ. ആളെ കാണാൻ വേണ്ടിയിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയിരിക്കുക. ഒരാൾ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. ഒരു ആള് ഈ നിരനിരയായിട്ട് കിടക്കുന്ന ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ ഒരറ്റത്ത് വന്നിരിക്കുക. തിരക്കാ. അപ്പൊ ട്രെയിൻ വന്ന് നിർത്തിയിട്ടുണ്ട്. നിർത്തിയപ്പോ ഈ കസേരയുടെ അങ്ങേ അറ്റത്ത് വന്നിരിക്കുന്ന ആളോട് ഇച്ചിരി പ്രായമുള്ള ഒരാളെ പിടിച്ചോണ്ട് വന്നപ്പോ അവിടെ ഒന്ന് ഇരിക്കാനായിട്ട് ഒന്ന് മാറിക്കൊടുക്കാവോ? അയാൾ പറഞ്ഞു, അയ്യോ, അയാൾ മാറിക്കൊടുത്തില്ല. ചെറുപ്പക്കാരനായ ഒരു വ്യക്തി. അയാൾ മാറിക്കൊടുക്കും, നിങ്ങളുടെ അപ്പുറത്തിരിക്കും എന്ന് പറയാ. ചേട്ടാ, ഇത്രയും പ്രായമുള്ള ഒരാള് ഇവിടെ വന്നിട്ട് ഒന്നും കൊടുക്കാനായിട്ടുള്ള മനസ്സ് ഇല്ലാത്ത എന്ത് മനുഷ്യ ഒരു മൃഗം ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുമല്ലോ എന്നിങ്ങനെ അവിടെ ചില പ്രവൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ മാറില്ല. ഇയാൾ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ദേ ഇപ്പുറത്തിരുന്നോ, അപ്പുറത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഇയാൾക്ക് മാറില്ല. എന്താ കാര്യം? അപ്പൊ എന്നെ അവർ ആ മനുഷ്യനെ കുറ്റം പറയും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ അടുത്ത് ഒരാൾ വന്നു. ആ ആള് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി ഇയാൾ എഴുന്നേറ്റ് അവിടെ നിന്നവർക്ക് സ്ഥലം കൊടുക്കും. സംഭവം എന്താണെന്നറിയും? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിന് വരുന്ന ആൾക്ക് അടയാളം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ കസേര നിരത്തിയിട്ടിരിക്കുന്ന കസേരയുടെ ബെഞ്ചിന്റെ ഇങ്ങേ അറ്റത്ത് കസേരയിൽ ഞാനിരിക്കും. തമ്മിൽ കണ്ടിട്ടില്ല. ആ ആളായിരിക്കും ഞാൻ. ഒരു അടയാളം കൊടുത്തേക്കണം. അയാൾ മാറുമോ? മാറൂല. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്, അയ്യോ, അയാളുടെ ഹൃദയകാഠിന്യമോ അയാളുടെ മനസാക്ഷി ഇല്ലാത്തതിന്റെ നിമിത്തമല്ല. അയാൾ അടയാളം നോക്കിയിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിപ്പോ കിട്ടിയവര് തങ്ങളുമായിട്ടും കർത്താവുമായിട്ടും ഒരു ബന്ധത്തിൽ നോക്കിയിരിക്കുക. അത് മറ്റൊരാരും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരാൾ നിശ്ചയം പ്രാപിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് ഞാൻ ഒന്നാമത്തെ തന്നെ ധരിച്ചിരിക്കുന്നത് ശരിയാണോ? ഈ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഇതിന് വലിയ അർത്ഥമുണ്ടോ? പലതരത്തിൽ അല്പം നമ്മുടെ ജഡത്തിന് ഇത്തിരി സ്വാധീനം വന്നാൽ മതി. അപ്പോഴാ നമുക്ക് ഈ അവിശ്വാസം വരും. ഈ പറയുന്നതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? ആകാശമേഘങ്ങളിൽ കർത്താവ് വരും. അപ്പൊ നമ്മൾ ഇട്ടുകൊണ്ട് പോകും. നടക്കണ കാര്യമാണ്. ഇത് അല്പം നമ്മൾ ജഡത്തിലേക്ക് വന്നാൽ മതി. അപ്പൊ മാറും. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ഒരു അന്യ വ്യാപാരം വന്നിട്ട് അതിന് കീഴ്പ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇങ്ങനെ പല വിധത്തിൽ കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടി തെറ്റിപ്പാനായി പിശാച് ഇറങ്ങി വന്നിരിക്കുന്ന ഈ കാലഘട്ടമാണ്. അതുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങാതിരിക്കാൻ നിങ്ങൾ സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. പല തരത്തിലുള്ള വശീകരണങ്ങളും പ്രവർത്തനങ്ങളും സുവിശേഷങ്ങളും ആരാധനകളും സഭകളും ഉപദേശങ്ങളും എല്ലാം ഈ ഭൂമി നിറഞ്ഞിരിക്കുക. ഏത് മനുഷ്യൻ ഒരു ശകലം തെറ്റിക്കഴിഞ്ഞാൽ അവനെ അപ്പൊ വീഴിക്കാൻ തപ്പാണ്. തെറ്റിപ്പോകും.
അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിക്കേണ്ടത് ഏറ്റവും ആദ്യമേ തന്നെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ ഓർത്ത് ഏറ്റവും ആദ്യം തന്നെ ഇതൊന്ന് ഗ്രഹിക്കണം. ഇതിന്റെ പൂർണ്ണ രൂപം ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കണം. അത് ഒന്ന് വരച്ചു കിട്ടണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അത് ഗ്രഹിച്ച് അതിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് വേണം പ്രധാനത്തോളം. വചനം നമ്മെ പഠിപ്പിക്കുന്നത് സകല വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ തെറ്റിക്കാൻ നമ്മളൊന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഒരു വചനഭാഗം എന്നറിയാമോ? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. മനുഷ്യര് വിഴുങ്ങിയാൽ ആ, മനുഷ്യനെ വിഴുങ്ങാൻ പറ്റിയ മീൻ വിഴുങ്ങുന്നത്, പാമ്പിനെ വിഴുങ്ങുന്നത്, പാമ്പ് വിഴുങ്ങുന്നത് അനുഭവം. പല വിഴുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാരാ വിഴുങ്ങുന്നത്? മനുഷ്യൻ വിഴുങ്ങുന്നു. എന്താ വിഴുങ്ങിയാലുള്ള പ്രത്യേകത? വിഴുങ്ങിയാലുള്ള പ്രത്യേകത? വിഴുങ്ങിയാലുള്ള പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ലഘ്യം ബാധിച്ചവനോട് ചോദിച്ചു, "നിന്റെ പേരെന്താന്ന്?" നിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ലഘ്യം ബാധിച്ചവൻ പറയാം, "ഞങ്ങളുടെ പേര് ലഘ്യൻ." ആ വ്യക്തിയുടെ പേര് ലഘ്യൻ ആണോ? ലഘ്യൻ എന്നാണോ പേര്? ലഘ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിച്ച പിശാചുക്കളുടെ പേരാ. അവന്റെ പേര് പറയുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? വിഴുങ്ങപ്പെട്ടവന് പേരില്ല. വിഴുങ്ങിയവനേ പേരുള്ളൂ. വിഴുങ്ങിയവനേ പേരുള്ളൂ. അവന് 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 മാത്രമേ പേരുള്ളൂ. അതുകൊണ്ട് ആ സ്വരമില്ലാതാക്കി തീർക്കാൻ. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റില് അപ്പോയിന്റ്മെന്റ് കിട്ടി ജോലിക്ക് പോയപ്പോ, ജോലിക്ക് പോയി അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് രൂ. 27.50 ഒരു കിഴിയിൽ കെട്ടി ഒരു കവറിലിട്ട് പുറത്തുനിന്ന് വെച്ചു. എന്താ വേണ്ടേ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ അത് ഇച്ചിരി കൈക്കൂലിയൊക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാ. അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും അതിന്റെ ഷെയർ എത്തിച്ചേരുന്നതിന്റെ ഒരു വംശമാണത്. അയ്യോ! ഞാനൊരു ഒരു ഒരു ആദർശം ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല. ചെയ്യുകയില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം അത് തിരിച്ചേൽപ്പിച്ചു. ഞാനത് നിൽക്കില്ല. അടുത്ത ദിവസം മുതല് എല്ലാവർക്കും ഒരു നോട്ടപ്പുള്ളിയായി, കരടായി. അവിടെ അത്രയും പേരുടെ ശബ്ദം അല്ല ഇദ്ദേഹത്തിന്റെ ശബ്ദം. ഇദ്ദേഹം എന്തെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവർക്കും. അദ്ദേഹം എന്താ പറഞ്ഞേ? എന്ന് ചില നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സമ്മർദ്ദം കൂടിക്കൂടി വന്ന് ഞെരുക്കം കൂടിക്കൂടി വന്ന് വീട്ടിലും കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നില്ല. സംഗതി എല്ലാം കൊണ്ടും ആകെ ഒരു പ്രശ്നമാണ്. അത് തന്നെയല്ല കൂട്ടുകാര് സഹപ്രവർത്തകരുമായിട്ടുള്ള അകൽച്ചയാ. പതുക്കെ ഒരു ദിവസം ആ ഷെയർ എടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ ആ മനുഷ്യന് സ്വരം ഉണ്ടായിട്ടില്ല. ആ മനുഷ്യൻ അതിനോട് കൂടെ ലയിച്ച്. പിന്നെ അദ്ദേഹത്തിന് വ്യക്തിത്വമില്ല. അദ്ദേഹത്തെ മനുഷ്യൻ വിഴുങ്ങപ്പെട്ടു. ഇത് ഒരാൾക്കല്ല. എത്ര ഉന്നതനായിരുന്നാലും അവനവൻ വിഴുങ്ങപ്പെടാതെ വണ്ണം തന്റെ ശബ്ദം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഈ പറയുന്നതൊന്നും അല്ല കാര്യം. നടക്കില്ല. എളുപ്പമല്ല നടക്കാൻ. അറിയില്ല. വിഴുങ്ങണ അറിയില്ല. ഒരിക്കൽ പോയി ഒരു അബദ്ധത്തിൽപ്പെട്ടു. ദാവീദ് പോയി ഒരു അബദ്ധത്തിൽ കർത്താവ് പറഞ്ഞ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ കർത്താവിനെ നിരസിച്ചിട്ട് പോയി ചെയ്തു. ഊരിയാവിന്റെ ഭാര്യയെ എടുത്തു. ഊരിയാവിനെ കൊന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഊരിയാവിനെ കൊല്ലാൻ സമയത്ത് ഈ തന്റെ പാപം ഊരിയാവിന്മേൽ കെട്ടിവെക്കാനായിട്ട് നോക്കിയിട്ട് പറ്റിയില്ല. 2 പ്രാവശ്യം ശ്രമിച്ചു. അവനെ മദ്യപിപ്പിച്ച് മദ്യം കൊടുത്തതിന് ശേഷം വീട്ടിൽ പോകാൻ പറഞ്ഞു. പോയില്ല. സമ്മാനം കൊടുത്തു. പോയില്ല. സംഗതി തന്റെ പാപം ലോകം മുഴുവൻ പരസ്യമാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഊരിയാവ് ജീവിച്ചിരുന്നാൽ തനിക്ക് നിലനിൽപ്പില്ലാന്നോ ആ ഒരു എഴുത്തെഴുതി. ഒരു മിടുക്കനായി എഴുതിയത് ആർക്കാണെന്നറിയാം. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാലേ അറിയാവൂ. ആ വ്യക്തിയെക്കുറിച്ച് പ്രിയപ്പെട്ട യോവാബിന് പെങ്ങടെ മോനാ. ദാവീദിന്റെ പെങ്ങടെ മകനാ. ദാവീദിന്റെ പെങ്ങടെ മകൻ സെരൂയയുടെ മകനാണ്. യോവാബിന്റെ ഒരു കാര്യം, നീ ഒരു കാര്യം ചെയ്യണം. ഊരിയാവിനെ ഒന്ന് തീർന്നു തരണം. ചില കാര്യങ്ങളുണ്ട്. മിടുക്കനല്ലേ. ആരോടാ പറയുന്നത്?
ഒരു ജാതികളെ പറയും പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നോണ്ട് വരുന്നവനാ ടൈപ്പ്. എടുത്ത് ആയിട്ട് ഊര്യാവിന്റെ തന്നെ കൊടുത്തു വിട്ട് ഊര്യാവ് പോയി ഫോട്ടോ കൊടുത്ത് യോവാബ് എടുത്തു വാങ്ങിയപ്പോഴത്തേക്കും സന്തോഷിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ ഉടനെ ചെയ്ത് ഊര്യാവിനെ കൊണ്ടുപോയി ആ പട മുറുകിയ സ്ഥാനത്ത് വില്ലാളുകൾ നിൽക്കുന്ന സ്ഥാനത്തെത്തി പുറകെ നിൽക്കുന്നവരോട് പറഞ്ഞു പതുക്കെ നീ മാറിക്കൊള്ളണം, നിങ്ങളങ്ങ് മാറിക്കൊള്ളണം, ഊര്യാവ് വേണം, രാജകൽപ്പനയാണ്. അവസാനം ഊര്യാവ് വീണു, ഊര്യാവ് മരിച്ചു. ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല. പക്ഷെ സംഭവിച്ചതെന്നറിയാം, ഇവൻ കേൾക്കുമോ പിന്നെ? ഇവനോട് യോവാബിനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യോവാബ് നോക്കില്ല. അമാസേനെ സൈന്യാധിപനാക്കാൻ അമാസേനെ കൊന്നുകളഞ്ഞു. അബ്നേറിനെ സൈന്യാധിപനാക്കാൻ ശ്രമിച്ചു, അവനെയും കൊന്നു. സ്വന്തം മകനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ എന്റെ മകൻ അബ്ശാലോമിനെ കൊല്ലാതെ എന്നെ ഓർത്ത്. അതൊക്കെ അങ്ങനെ രാജാവ് പറയും. മറ്റേ അവന്റെ ഭൃത്യന്മാരെല്ലാം പറഞ്ഞു, രാജാവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളതാ, ഒന്നും ചെയ്യണ്ട. അപ്പത്തിന് അവൻ കൂടെ അവൻ തനിക്കൊന്നു എല്ലാവരും കൂടെ അടിച്ചു കൊന്നു അവനെ അവിടെ കുഴിച്ചിട്ട് മറവ് ചെയ്ത് പോയി. ഒരു തരത്തിലും ദാവീദിന് ഒതുങ്ങില്ല. ദാവീദിന് ഒതുങ്ങുന്ന പണ്ടേ തന്നെ ഒതുങ്ങില്ല. ഇത് ഇങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സഹായം, ദുഷ്ടനോട് ഒരു സഹായം കൂടെ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്ങനെയായിരിക്കും? ഇതാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ വിഴുങ്ങുക എന്ന് പറയുന്നത്. തന്റെ വ്യക്തിത്വം ഇല്ലാതായി തീരുന്നു. തനിക്ക് എന്തില്ലാതായി തീർന്നു? ശബ്ദമില്ല. അവന്റെ ശബ്ദത്തിന് മുഴക്കമില്ല. ഒരു ശബ്ദത്തിന്റെ മുഴക്കം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വചനം പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് സുവിശേഷം മുഴങ്ങി ചെന്നത് ആകായിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലേക്കും മുഴങ്ങി. ശബ്ദം മുഴങ്ങണം, ആ മുഴക്കമില്ല. പണ്ട് അവിടെ ഒരു മണി കൊണ്ടു, ഒരു വലിയൊരു മണി. അത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഓടുകൊണ്ട് വാർത്തുണ്ടാക്കുന്ന പള്ളിയിൽ വെക്കുന്ന, അന്ന് പറയും അത് 28 മുഴക്കമുള്ള 17 മുഴക്കമുള്ള മണി, 30 മുഴക്കമുള്ള മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. 20, 25 പ്രാവശ്യം അതിങ്ങനെ മുഴങ്ങിക്കൊണ്ട്. ഇതുപോലെയാണ് വചനം, ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യന് ഇല്ല, മുഴക്കമില്ല, ശബ്ദമില്ല. അത് പറഞ്ഞ ആര് കേൾക്കാൻ? കാരണം ഇന്നിപ്പോ കാര്യം സാധിക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ദാവീദിന്റെ അടുക്കലേക്ക് പോകണ്ട, നേരെ എങ്ങോട്ട് പോയാൽ മതി? യോവാബിന്റെ അടുക്കലേക്ക് പോയാൽ മതി. കാരണം വിഴുങ്ങി വിഴുങ്ങി കർത്താവസ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ എന്നെ ഇടപെടാതെ ഞെരുക്കി എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും, ഞാൻ പറയുന്നത് മേലാലും പറയും. ഓരോ സ്വരം ഓർക്കുക. ശബ്ദം നിലനിർത്തണമെങ്കിൽ, എന്റെ ശബ്ദം എന്റേതായിട്ട് നാളെ കർത്താവിന്റെ അടുക്കൽ വന്നുവരെയും നിലനിർത്തണമെങ്കിൽ എന്തനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാവും. അത് എനിക്കല്ല, നമുക്ക് മാത്രമല്ല, ലോകത്താർക്കും. അവിടെയാണ് ദൈവത്തിന്റെ വചനം ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് കർത്താവ് ഏൽപ്പിച്ചു തന്ന അതിവിശുദ്ധ വിശ്വാസം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, വിശ്വാസത്തിന്റെ ആത്മാവ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അന്ന് സംസാരിച്ചത് തന്നെ അന്ത്യത്തോളം സംസാരിക്കാൻ ദൈവം കൃപ കൊടുക്കുന്നവരുണ്ട്. ആ ശബ്ദത്തിങ്കൽ, ആ ശബ്ദം മടക്കാൻ ശത്രുവിന് സാധിക്കില്ല. ആ ശബ്ദത്തിങ്കൽ ശത്രു മുട്ടുമടക്കുക തന്നെ ചെയ്യും, പിൻവാങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ഓർക്കുക, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ ആരാധിക്കാൻ, കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നതും ഒറ്റ ഉദ്ദേശമാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഇവർ കാണും സംസാരിക്കും.
എന്നാൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. മൗനതയിൽ ഇറങ്ങിപ്പോയവരുണ്ട്. സംസാരത്തിന്, വാക്കിന് ശബ്ദമില്ലാതായി തീർന്നവരുണ്ട്. മനുഷ്യർ വിഴുങ്ങണ്ട, മനുഷ്യർ വിഴുങ്ങല്ലേ. കർത്താവിന്റെ ശബ്ദം, കർത്താവ് വിളിച്ചപ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് മുഴക്കിയ ശബ്ദം, നമ്മിൽ നിന്ന് പുറപ്പെടുവിച്ച ശബ്ദം അന്ത്യത്തോളം കാത്തു സൂക്ഷിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ ദിവസം കർത്താവിനോടൊപ്പം നിന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ മന്ദിരത്തിൽ കണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യത്തോടു കൂടി കർത്താവിന്റെ സന്നിധികൾ ആ സ്വർഗീയ ഫലം, അനുഭവം, ആ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിന്റെ സന്നിധിക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുവാണ്. യേശു എന്നടിസ്ഥാനം ആശയ